ഹലോ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനിയുള്ളതൊക്കെ വരാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ന കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്നല്ല, കഫകെട്ട്, ചുമ, അതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ആ രീതിയിലല്ല, ബട്ട് ഇൻ എ ലിറ്റിൽ ഡിഫറെൻ്റ് വേ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വേറൊരു മരുന്നിനെ കുറിച്ചിട്ടാണ് പറയുക. ബട്ട് ബിഫോർ ദാറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഈ ചുമ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുന്ന ചില വാക്കുകളുണ്ട്, അലോപ്പതി ഡോക്ടേഴ്സ്. ഓക്കെ, പ്രൊഡക്റ്റീവ് കഫ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് കഫ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റീവ് കഫ്, എന്താണ് നോൺ പ്രൊഡക്റ്റീവ് കഫ്? പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറഞ്ഞാൽ കഫക്കെട്ടാണ് ഉദ്ദേശിക്കുന്നത്, കഫമുള്ള ചുമ. നോൺ പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറഞ്ഞാൽ ഡ്രൈ കഫാണ്, ഡ്രൈ ആയിട്ട്, അതിൽ കഫമൊന്നുമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ആണ്. മെഡിക്കൽ ടേംസ് അല്ല, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഇനി ഡ്രൈ കഫ് ഉണ്ട്, വെറ്റ് കഫ് ഉണ്ട്. ഓക്കെ, ഇതിൽ കഫക്കെട്ട് ഉള്ള സമയത്ത് ഡോക്ടർ തരുന്നത് ഒന്നല്ലെങ്കിൽ എക്സ്പെക്ടോറൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ആയിരിക്കാം. അവരുടെ എല്ലാ മെഡിസിനും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും, അല്ലെങ്കിൽ ചിലതിൽ രണ്ടെണ്ണം ഉണ്ട്. ചില മരുന്നുകളുടെ രണ്ട് മുകളിൽ എക്സ്പെക്ടോറൻ്റ് എഴുതിയിട്ടുണ്ടാവും, ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും. എന്താണ് എൻ്റെ അർത്ഥം? നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലുള്ള കഫത്തിനെ കളയുക എന്നുള്ളതാണ്, മ്യൂക്കസിനെ അവിടെ നിന്ന് കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, പതുക്കെ പതുക്കെ മനസ്സിലാക്കിക്കോളൂ, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ലങ്സിലുള്ള മ്യൂക്കസിനെ കളയുക എന്നുള്ളതാണ് ഈ ബ്രോങ്കോ ഡൈലേറ്റേഴ്സോ ഈ എക്സ്പെക്ടോറൻറ്റോ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. ബേസിക്കലി കഫത്തിനെ കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ചുമയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, എന്ത് അവരുടെ ചെസ്റ്റിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അവരുടെ ചെസ്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കഫം ഉണ്ടോ, ഒരു ഇങ്ങനെ എന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ചില കുട്ടികൾക്ക്, എസ്പെഷ്യലി കുട്ടികൾക്ക് കേട്ടോ, അവർക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലത്തെ ഒരു സൗണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കേൾക്കും. അതിൻ്റെ അർത്ഥം അവർക്ക് വീസിങ് ഉണ്ടെന്നാണ്, ശ്വാസമുട്ട്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ബേസിക്കലി ഈ മരുന്നാണ് തരിക. ഇനി ഡ്രൈ കഫ് ആണെങ്കിൽ എന്താ തരിക? കഫ് സപ്രസൻ്റ് ആയിരിക്കും തരിക, ചുമ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയും അലോപ്പതി മരുന്ന് കഴിച്ചാൽ ചുമ ഒന്ന് അവിടെ ഇങ്ങനെ സപ്രസ് ആവുക ചെയ്യണത്. പുറത്തേക്ക് പോകാനായിട്ട് ഒന്നുമില്ല, കഫമൊന്നുമില്ല, പക്ഷെ ചുമേനെ സപ്രസ് ചെയ്യാണ് തരുന്നത്. ഇതിൽ സൈഡ് എഫക്റ്റ് ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൗസിനെസ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്ഷീണമായിരിക്കാം അവർക്ക് തോന്നുന്നത്. ഓക്കെ, ചിലവർക്ക് കേട്ടോ, ചിലവർക്ക്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റീവ് കഫ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് കഫിൻ്റെ രണ്ട് വ്യത്യാസങ്ങൾ. ഞാനത് പറയാൻ കാരണം, ഞാനത് പറയാൻ പോകുന്ന ആയുർവേദ മരുന്ന് ചുമയ്ക്കുള്ളതാണ്. ഏലാദി ലേഹ്യം, ദശമൂല ഹരിതകി ലേഹ്യം. ഓക്കെ, രണ്ടും ചുമയ്ക്കുള്ളതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, രണ്ടും ചുമയ്ക്കുള്ള മെഡിസിനാണ്. ഇതിൽ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? കാരണം ചിലവരുടെ പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് രണ്ടു മരുന്ന് കാണാൻ പറ്റും. എന്തിനിപ്പോൾ രണ്ടു മരുന്ന്? അത് ചിലവർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കറിയാം. ഏലാദി ലേഹ്യം ബേസിക്കലി അതിൽ ഒരു വ്യത്യാസങ്ങൾ ഞാൻ പറയാം. ഏലാദി ലേഹ്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് 2-3 മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏലക്കായ, ഹരിതകി, ഇങ്ങനെ കുറച്ച് 2-3 മരുന്നുകൾ. പക്ഷേ ദശമൂല ഹരിതകിയിൽ കുറേ മരുന്നുകൾ, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏലാദി ലേഹ്യം അത് ചുമയ്ക്ക്, തൊണ്ടവേദന, ഇങ്ങനെയുള്ള കാര്യത്തിന് മാത്രമാണ്. ചുമയ്ക്കും പിന്നെ തൊണ്ടവേദനയ്ക്കും മാത്രം. ഓക്കെ, പക്ഷെ ദശമൂല ഹരിതയ്ക്ക് അതിനുള്ളതല്ല. ചുമ, തൊണ്ടവേദന, ഇനി മൂക്ക് വലിച്ചാൽ അതിന്. പിന്നെ എന്താ വെച്ചാൽ ദഹനത്തിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, ഒരു ലാക്സേറ്റീവ് ആണ്. വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകാനായിട്ടും ഇത് നല്ലതാണ്. നന്നായിട്ട് പോകാന്ന് പറഞ്ഞാൽ ലൂസായിട്ട് പോകാന്നല്ല, വയറ്റിൽ നിന്ന് എന്തായാലും പോവും. ഓക്കെ, പിന്നെ അതൊരു ഡിറ്റോക്സ് പോലെയാണ്. ഡിറ്റോക്സ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ. അപ്പോൾ ഇതാണ് രണ്ട് വ്യത്യാസം. എന്തിനാണ് ഈ ദശമൂല ഹരിതകി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മരുന്ന് ആഡ് ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് എന്താ വെച്ചാൽ അവർ പറയും, ഞാൻ തുപ്പിക്കളയാറുണ്ട്, ഞാൻ മൂക്ക് ചീറ്റാറുണ്ട് എന്നൊക്കെ പറയും കുട്ടികൾ, അവരുടെ അമ്മമാരോ അച്ഛന്മാരൊക്കെ പറയും. അപ്പോൾ അത് സത്യമാണോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചിലപ്പോൾ ചുമ മാറില്ല. ഓക്കെ, ശ്വാസം മുട്ട് മാറിയിട്ടുണ്ടാവും, എന്നാലും ചുമ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ഇതും കൂടി ആഡ് ചെയ്യും. എന്തിന്? വയറ്റിൽ നിന്ന് എങ്ങാനും പോകണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മരുന്നും കൂടി ആഡ് ചെയ്യുന്നത്. ഒരു ഡബിൾ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ രണ്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.